ഇത് നമുക്ക് വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുക്കിവിടാൻ പറ്റുന്ന തോടാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് മറ്റേ കല്യാണങ്ങൾക്കൊക്കെ വാടക കൊടുക്കണം നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്. ഇതിപ്പോൾ ഒരു 2 ചെറിയ കാർ ഇതിനകത്ത് കയറും. വെള്ളത്തിൻ്റെ കണക്ഷൻ ഈ സൈഡിലെ ഗ്യാപ്പ്, വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്. നേരെ ബാക്കിലോട്ട് പോകാം. ഇവിടെ മോട്ടർ പൈപ്പ് 2 ഉണ്ട്. ചുറ്റോടിയിട്ടൊന്ന് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ക്ലോസ് ചെയ്തെടുക്കാം ഷീറ്റിട്ട്. ഇവിടെ കിണറുണ്ട്. വർക്കിയിലേക്ക് എടുക്കാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. ബാക്കിലൊക്കെ വേറെ വീടാണ്. ചുറ്റോടിയിട്ടും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. 3 സൈഡും ചേർന്ന വീടാണ്. കിണർ, അതിൻ്റെ മോട്ടർ. വിസിറ്റിംഗ് ഏരിയ കേട്ടോ. ഇവിടെ ചെറിയൊരു അക്വേറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ബെഡ്റൂം. നമ്മളെ ഫാനും ലൈറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നുമില്ല. റൂഫ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ അല്ലറ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ഫാനെല്ലാം വേണ്ടി വരും. ഇത് ഡൈനിങ് ഏരിയ, വാഷ് ബേസിൻ, ഇത് കിച്ചൺ. ഇത് ഞാൻ നേരത്തെ കാണിച്ചത് വർക്ക് ഏരിയയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര സ്ഥലത്ത്. ഫസ്റ്റ് ഫ്ലോറ്. ഇവിടുന്ന് സെക്കൻഡിലേക്ക് ഇതേമാതിരി തന്നെ സ്റ്റെപ്പ് ഉണ്ട്. എൻ്റെ മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറാൻ വേണ്ടിയിട്ടു. അങ്ങനെയാണ് കയറി കഴിഞ്ഞാൽ ടെറസിലേക്ക് നമുക്ക് കയറാം. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇത്തിരി വലിയ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റും നമുക്ക് ഇവിടെ. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിന്ന് നേരെ കാണുന്ന ഡോറ് ബാൽക്കണി. അതിൻ്റെ സൈഡിൽ നമുക്കൊരു ബെഡ്റൂം കൂടി ഉണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. 1300 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് കേട്ടോ വീട്.